ജീവിതാനുഭവങ്ങൾ കവിതകളാക്കിയ ഒരു കവയത്രിയുണ്ട് വയനാട് മേപ്പാടി കല്ലുമലയിൽ. ആശാ വർക്കർ കൂടിയായ ബിന്ദുവാണത്. പണിയ ഭാഷയിൽ കവിതകൾ എഴുതുന്ന ആദ്യ കവയത്രി കൂടിയാണ് ബിന്ദു. മഞ്ഞടി കൂട്ടന കവിളി പണ്ടോരു നഗത്തെ രാജാവു ഇന്തമ്പേലോ വെള്ളം കൂട്ടി പങ്കു പടത്തിറങ്ങിയ നേരത്തു സ്കൂളിൽ പോയിട്ടില്ലാത്ത ബിന്ദു കുട്ടിക്കാലത്ത് അമ്മയ്ക്കൊപ്പം സാക്ഷരതാ ക്ലാസ്സിലിരുന്നാണ് അക്ഷരങ്ങൾ പഠിച്ചത്. പിന്നെ അക്ഷരങ്ങളെ കൂട്ടുകാരാക്കി നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ജീവിതാനുഭവങ്ങളും സ്വപ്നങ്ങളും ചിന്തകളുമെല്ലാം കവിതകളാക്കി കുറിച്ചിട്ടു. സമുദായത്തിലെ വാമൊഴിപ്പാട്ടുകൾ കേട്ടു വളർന്ന ബിന്ദു മലയാളത്തിൽ മാത്രമല്ല പണിയ ഭാഷയിലും എഴുതി. ഒരു കണ്ടം വീതിക്കു തിങ്കി നീറഞ്ചോരു താമര പൂക്കുളമിന്തമ്പേലോ ചൊവ്വയും പൊള്ളിയും മൂവന്തി നേരത്തു മുങ്ങിക്കൂളി പങ്കു പോകുമ്പേലോ. 100-ലധികം കവിതകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ അതൊന്നും സൂക്ഷിക്കാൻ ബിന്ദുവിനായില്ല. പണിയ ഭാഷയിലെ ഈ ആദ്യ എഴുത്തുകാരിക്ക് ഒരു സ്വപ്നം കൂടിയുണ്ട്. പുസ്തകം ഇറക്കുക എന്നുള്ളതാണ്. അതെൻ്റെ തനത് ഭാഷയിൽ അല്ലെങ്കിൽ ഒരു പണിയ രൂപത്തെ എങ്ങനെ സംരക്ഷിച്ച് നിർത്താം, അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു 2 തലമുറ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഞങ്ങളുടെ ഭാഷ ഇല്ലാണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഞങ്ങളുടെ ഈ സമുദായത്തിൻ്റെ പേര് നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. അവർക്ക് അന്ന് ഏതെങ്കിലും ഒരു കാലത്ത് ചിലപ്പോൾ ഇതുപോലെ ലൈബ്രറിയിലൊക്കെ വന്ന് നോക്കേണ്ടി വരും. ഞങ്ങളിങ്ങനെ ഒരു ഭാഷ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു സമുദായത്തിൻ്റെ പേരുണ്ടായിരുന്നോ എന്നൊക്കെ ഏതെങ്കിലും കാലത്ത് കുട്ടികൾക്ക് അത് അന്വേഷിക്കേണ്ടി വരും. കോഴിക്കോട് കിർത്താഡ്സിൽ നടക്കുന്ന ഗോത്ര സാഹിത്യ ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ബിന്ദുവിനെ കണ്ടത്. ബത്തേരി അക്ഷരക്കൂട്ടവും യുവകലാസാഹിതിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച മലമുകളിലെ മഞ്ഞുതുള്ളി എന്ന കവിതാ സമാഹാരത്തിൽ 3 കവിതകൾ അച്ചടിച്ചു വന്നതിന്റെ സന്തോഷത്തിലാണ് ബിന്ദു. ചേറ്, കാട്ടുതേൻ, മഞ്ഞാടിക്കാവ് എന്നീ 3 കവിതകളാണ് അച്ചടിച്ചു വന്നത്. മേപ്പാടി ഹൈസ്കൂൾ അധ്യാപകനായ ദിലീപ് മാഷിന്റെ പിന്തുണയുമുണ്ട് ബിന്ദുവിന്റെ കവിതകൾക്ക്. വയനാട് മേപ്പാടി കല്ലുമല സ്വദേശിനിയായ ബിന്ദുവിന് രാഷ്ട്രപതിയായിരുന്ന പ്രതിഭാ പാട്ടീലിന്റെ ആതിഥ്യവും ലഭിച്ചിട്ടുണ്ട്. ഹ്രസ്വചിത്രങ്ങളിലും ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ആശാ വർക്കറായി ജോലി നോക്കുന്ന ബിന്ദുവിന് പൂർണ്ണ പിന്തുണ നൽകുന്നത് ഭർത്താവും മക്കളുമാണ്. അനുഭവങ്ങളെ കരുത്താക്കി ബിന്ദു എഴുത്തു തുടരുകയാണ്. തലമുറകളായി കൈമാറിക്കിട്ടിയ താളം മനസ്സിലുള്ളപ്പോൾ ബിന്ദുവിന് എങ്ങനെ എഴുതാതിരിക്കാനാകും? മഞ്ഞടി കൂട്ടന കവിളി പണ്ടോരു നഗത്തെ രാജാവു ഇന്തമ്പേലോ വെള്ളം കൂട്ടി പങ്കു പാടത്തിറങ്ങിയ നേരത്തു കീരിയും കണ്ട. അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം വിവിന വിതുര, അമൃത ന്യൂസ്, കോഴിക്കോട്.